എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എക്സിറ്റ് പോളിനെ കുറിച്ചാണ്. എന്താണ് ഈ എക്സിറ്റ് പോൾ? സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തിയ ഉടനെ തന്നെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് ആരാഞ്ഞുകൊണ്ട് നടത്തുന്ന വോട്ടർമാരുടെ സർവേയാണ് ഇലക്ഷൻ എക്സിറ്റ് പോൾ. ഏത് പാർട്ടിക്കാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അനുകൂലമായി ഭവിക്കുക എന്നത് ഇതിലൂടെ വലിയൊരളവ് വരെ അറിയാൻ കഴിയും എന്ന് കരുതപ്പെടുന്നു. ഒപ്പീനിയൻ പോൾസ് അല്ലെങ്കിൽ അഭിപ്രായ വോട്ടെടുപ്പിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ് അന്വേഷിക്കുന്നതെങ്കിൽ എക്സിറ്റ് പോളുകളിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. എക്സിറ്റ് പോളുകൾ നടത്തുന്ന വിവിധ സംഘടനകളും സ്ഥാപനങ്ങളുമുണ്ട്. ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്തി തങ്ങൾ നിഷ്കർഷിക്കുന്ന ഒരു പ്രത്യേക കാലയളവിലേക്ക് എക്സിറ്റ് അഭിപ്രായ വോട്ടെടുപ്പുകൾ നിരോധനം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2004 നിയമ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. ഈ ആവശ്യത്തിന് 6 ദേശീയ പാർട്ടികളുടെയും 18 സംസ്ഥാന പാർട്ടികളുടെയും എൻഡോഴ്സ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ആവശ്യത്തെ മന്ത്രാലയം ഭാഗികമായി അംഗീകരിക്കുകയും ഫെബ്രുവരി 2010 ജനപ്രാതിനിധ്യ നിയമത്തിൽ 126A എന്ന സെക്ഷൻ അവതരിപ്പിക്കുക വഴി എക്സിറ്റ് പോളുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. എക്സിറ്റും അഭിപ്രായ വോട്ടെടുപ്പ് എന്നിവ നടത്തുന്ന ഏജൻസികൾ പക്ഷപാതപരമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വിവാദമുണ്ടാകും. ഈ സർവേകളുടെ പ്രവചനങ്ങൾ പലപ്പോഴും ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾ, ചോദ്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചോദിക്കുന്ന സമയം, ഉത്തരം പറയാനായി തിരഞ്ഞെടുക്കുന്ന സാമ്പിൾ ഗ്രൂപ്പ് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നാണ് വിമർശകരുടെ അഭിപ്രായം. ഇന്ത്യയിൽ പ്രമുഖ വാർത്താ ചാനലുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എക്സിറ്റ് പോൾ ഏജൻസികൾ ആണ് എക്സിറ്റ് പോൾ റിസൾട്ട്സ് പുറത്തുവിടുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘടകങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ മാധ്യമങ്ങൾക്ക് അനുവാദം ഉള്ളത്. എക്സിറ്റ് പോൾ റിസൾട്ട്സ് വോട്ടർമാരെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയാണിത്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് എക്സിറ്റ് പോൾ സർവേകൾ ആരംഭിച്ചത്. പിന്നീട് ഇത് ലോകമെമ്പാടുമുള്ള സുപ്രധാന തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുവാൻ തുടങ്ങി. സീറ്റ് നില, വോട്ടിംഗ് പെർസെൻറ്റേജ് കണക്ക് എന്നിവയാണ് എക്സിറ്റ് പോൾ സർവേകൾ സാധാരണയായി പ്രവചിക്കുന്നത്. അഭിപ്രായ വോട്ടെടുപ്പുകളിൽ സാധാരണയായി പ്രതികരിക്കുന്നവരുടെ ഒരു സാമ്പിൾ ഉൾപ്പെടുന്നു. കൂടുതൽ പ്രസക്തമായ ജനസംഖ്യയെ പ്രതിനിധീകരിക്കുന്നതിനായി വരച്ചതാണിത്. ഒപ്പീനിയൻ പോൾ അഥവാ അഭിപ്രായ വോട്ടെടുപ്പ് ഇലക്ഷനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ആളുകളുടെ അഭിപ്രായം ചോദിക്കുന്ന സർവേയാണ്. പോളിംഗ് ബൂത്തിൽ നിന്ന് എക്സിറ്റ് ആകുന്ന വോട്ടർമാർ അഥവാ പുറത്തു വരുന്ന വോട്ടർമാരോട് ഒരു ചോദ്യം ചോദിക്കുന്ന സർവേയാണ് എക്സിറ്റ് പോൾ. ഇതിൽ ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കൂ: നിങ്ങൾ ഏത് കാൻഡിഡേറ്റിനെയാണ് വോട്ട് ചെയ്തത്? അങ്ങനെ കുറേ ആൾക്കാർ പറയുന്ന ഉത്തരത്തിൽ നിന്ന് ആ മണ്ഡലത്തിൽ ആരാണ് ജയിക്കാൻ സാധ്യത ഉള്ളത്, എത്ര വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ള സർവേയാണ് എക്സിറ്റ് പോൾ. അവസാന വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ മാധ്യമങ്ങൾക്ക് ഫലം കാണിക്കാൻ കഴിയൂ. ചാനലുകളും പത്രങ്ങളും പ്രസിദ്ധീകരണ വേളയിൽ വോട്ടർമാരുടെ സാമ്പിളിൻ്റെ വലിപ്പം, പോളിംഗ് രീതിയുടെ വിശദാംശങ്ങൾ, മാർജിൻ ഓഫ് എറർ, പോളിംഗ് ഏജൻസിയുടെ പശ്ചാത്തലം എന്നിവ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അഭിപ്രായ വോട്ടെടുപ്പുകൾ വോട്ടിങ്ങിന് മുമ്പുള്ള വികാരങ്ങൾ ഉൾക്കൊള്ളുന്നു. അതേസമയം എക്സിറ്റ് പോളുകൾ വോട്ടിങ്ങിന് ശേഷമുള്ള വികാരങ്ങൾ പിടിച്ചെടുക്കുന്നു. വോട്ടിംഗ് കഴിഞ്ഞ് പുറത്തു പോകുന്ന ഒരു ചെറിയ ശതമാനം വോട്ടർമാരുടെ ഒരു വോട്ടെടുപ്പ് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രവചിക്കാനോ വോട്ടിംഗ് തീരുമാനങ്ങളുടെ കാരണങ്ങൾ നിർണ്ണയിക്കാനോ ഉപയോഗിക്കുന്നു. പല അഭിപ്രായ വോട്ടെടുപ്പുകളും എക്സിറ്റ് പോളുകളും എതിർ പാർട്ടികൾ മോട്ടിവേറ്റ് ചെയ്തതോ സ്പോൺസർ ചെയ്തതോ ആണ്. നിലവിലെ തിരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ റിസൾട്ട്സ് മുൻകൂട്ടി തെളിയിക്കുന്നുണ്ടോ അതോ ഒരിക്കൽ കൂടി യഥാർത്ഥ റിസൾട്ട് ഈ പ്രവചനങ്ങളെ ധിക്കരിക്കുന്നുണ്ടോ എന്ന സമയത്തിന് മാത്രമേ വെളിപ്പെടുത്താനാവൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്